എന്തിനാണ് ഇങ്ങനെ രാജീവ് ചന്ദ്രശേഖരൻ്റെ നാമനിർദ്ദേശ പത്രികയെയും സത്യവാങ്മൂലത്തെയും കുറിച്ച് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് പ്രേക്ഷകർക്ക് സംശയം തോന്നും. ഒരു നാമനിർദ്ദേശ പത്രികയും അതിനോടൊപ്പം സമർപ്പിക്കുന്ന സത്യവാങ്മൂലവും ശരിയായി പൂരിപ്പിക്കാൻ പോലും അറിയാത്ത ഒരാളെക്കുറിച്ച് എങ്ങനെ പറയാതിരിക്കും? എന്തായാലും ഒരു വലിയ നമസ്കാരമുണ്ട്. ആ നമസ്കാരം രാജീവ് ചന്ദ്രശേഖരൻ്റെ നാമനിർദ്ദേശ പത്രിക സൂക്ഷ്മ പരിശോധന നടത്തിയ വരണാധികാരിയുടെ ഓഫീസിനും, ആ പത്രിക തയ്യാറാക്കിയ സംഘിമഹാനും, ആ പത്രിക ഒന്നും നോക്കാതെ കണ്ണുമടച്ച് ഒപ്പിട്ട് കൊടുത്ത ആ നോട്ടറിക്കും, ആ പത്രികയിൽ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ഒപ്പിട്ട രാജീവ് ചന്ദ്രശേഖരനും ഉള്ളതാണ്. എന്തായാലും പത്രികയിൽ സാമാന്യമായി പാലിക്കേണ്ട സത്യസന്ധത പോലും പുലർത്തിയിട്ടില്ല എന്നുള്ള കാര്യം രാജ്യമാകെ ചർച്ച ചെയ്യുന്നതിനിടയിൽ വമ്പൻ തെറ്റുകൾ, ഈ പത്രിക ഒറ്റ നോട്ടത്തിൽ ദൂരെ എടുത്തെറിയാൻ വരണാധികാരിക്ക് കഴിയുമായിരുന്ന തെറ്റുകൾ, തിരുവനന്തപുരം ലോക്സഭയിലേക്ക് മത്സരിക്കുന്ന രാജീവ് ചന്ദ്രശേഖർ എന്ന സ്ഥാനാർത്ഥി നാമനിർദ്ദേശ പത്രികയോടൊപ്പം സമർപ്പിച്ചിരിക്കുന്ന സത്യവാങ്മൂലത്തിൽ പലയിടങ്ങളിൽ ഇത് രാജ്യസഭയിലേക്കുള്ള നോമിനേഷനാണ് എന്ന് വെണ്ടയ്ക്ക് അക്ഷരത്തിൽ അടിച്ചു വച്ചിരിക്കുന്നു. എന്തൊരവസ്ഥയാണ് എന്ന് ആലോചിച്ച് നോക്കൂ. തിരുവനന്തപുരം ലോക്സഭയിലേക്കാണോ കർണാടകയിൽ നിന്ന് രാജ്യസഭയിലേക്കാണോ രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കുന്നത് എന്ന് ഈ നാമനിർദ്ദേശ പത്രിക കണ്ടാൽ സംശയമുണ്ടാകും. സ്ഥാനാർത്ഥി മത്സരിക്കുന്ന പാർലമെന്റ് മണ്ഡലം ഏത് എന്നുള്ള ചോദ്യത്തിന് കർണാടകയിലെ BTM ലേഔട്ട് അസംബ്ലി നിയോജക മണ്ഡലത്തിലാണ് എൻ്റെ വോട്ട് എന്ന് പൂരിപ്പിച്ചു വച്ചാൽ അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എങ്ങനെ അംഗീകരിക്കാനാകും? രണ്ട് ഗുരുതരമായ പിഴവുകളാണ് ഈ വാർത്തയിലൂടെ ചൂണ്ടിക്കാട്ടാൻ ആഗ്രഹിക്കുന്നത്. രാജീവ് ചന്ദ്രശേഖരൻ്റെ നാമനിർദ്ദേശ പത്രികയോടൊപ്പമുള്ള സത്യവാങ്മൂലത്തിലെ അനക്ഷർ 1 അതിൽ രാജീവ് ചന്ദ്രശേഖരൻ്റെ സ്വത്ത് വിവരങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നതാണ്. അതിൻ്റെ മുകളിൽ എഴുതി വച്ചിരിക്കുന്നത് 2024 രാജ്യസഭാ തിരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ള നാമനിർദ്ദേശ പത്രികയോടൊപ്പം സമർപ്പിച്ചിരിക്കുന്ന സത്യവാങ്മൂലത്തിൻ്റെ അനക്ഷർ 29/2/2024 വരെയുള്ള കണക്ക്. ആ തെറ്റ് അവിടെ മാത്രം സംഭവിച്ചതല്ല. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ സ്വത്ത് വിവരങ്ങൾ വെളിപ്പെടുത്തുന്ന ഭാഗത്തും രാജ്യസഭാ തെരഞ്ഞെടുപ്പിനുള്ള രാജീവ് ചന്ദ്രശേഖരൻ്റെ നോമിനേഷന്റെ ഭാഗമായി സമർപ്പിക്കുന്നത് എന്നാണ് പറയുന്നത്. രാജ്യസഭാ തെരഞ്ഞെടുപ്പിനുള്ള സത്യവാങ്മൂലം എങ്ങനെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് കൊടുക്കുന്നത്? രാജീവ് ചന്ദ്രശേഖർ ഇത്തവണത്തെ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ കർണാടകയിൽ നിന്ന് BJPയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കാമെന്ന് കരുതി തയ്യാറാക്കി വച്ചിരിക്കുന്ന സാധനമായിരുന്നു കാണും. ആ സാധനം നേരെ എടുത്ത് ഇവിടുത്തെ നോട്ടറിയിലെ കൊണ്ട് കൊടുക്കുന്നു. അദ്ദേഹം അത് വായിച്ചു പോലും നോക്കാതെ ഒപ്പിട്ട് കൊടുക്കുന്നു എന്ന് രാജീവ് ചന്ദ്രശേഖർ കൊണ്ടുവന്നതല്ലേ. കേന്ദ്രമന്ത്രിയുടെ സത്യവാങ്മൂലത്തിൽ സീലടിക്കലും ഒപ്പിടലും എന്ന് പറയുന്നത് ഒരു മഹത്തായ കർമ്മമാണ് എന്ന് വിചാരിച്ച് ആ പാവം ഒപ്പിട്ട് കൊടുത്തു കാണും. രാജ്യസഭാ തെരഞ്ഞെടുപ്പിലാണ് മത്സരിക്കുന്നത് എന്നാണ് നാമനിർദ്ദേശ പത്രികയോടൊപ്പമുള്ള സത്യവാങ്മൂലത്തിൽ പറയുന്നത്. ഇനി മറ്റൊരു ഭാഗം പാർട്ട് B ഈ സത്യവാങ്മൂലത്തിൻ്റെ ഭാഗമായിട്ടുള്ളത്, അതായത് അദ്ദേഹം നൽകിയിരിക്കുന്ന വിവരങ്ങളുടെ എല്ലാം പാർട്ടി Aയിൽ നൽകിയിരിക്കുന്ന വിവരങ്ങളുടെ എല്ലാം ഒരു ചുരുക്കം അത് ഒറ്റ പേജിൽ നൽകണം. ആ സ്ഥലത്ത് നിങ്ങൾ മത്സരിക്കുന്ന പാർലമെന്റ് മണ്ഡലം ഏത്, സംസ്ഥാനം ഏത്, ആ മണ്ഡലത്തിൻ്റെ നമ്പർ ഏത് എന്നുള്ള ചോദ്യത്തിന് 20 തിരുവനന്തപുരം പാർലമെന്ററി കോൺസ്റ്റിറ്റ്യുവൻസി കേരള എന്നാണ് ഉത്തരം എഴുതേണ്ടത്. അതിനു പകരം അവിടെ അദ്ദേഹത്തിൻ്റെ വോട്ടുള്ള കർണാടക BTM ലേഔട്ട് അസംബ്ലി മണ്ഡലം എന്നൊക്കെ എഴുതി വച്ചാൽ അതെങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് സ്വീകരിക്കാനാവുക? ഗുരുതരമായ തെറ്റാണ്. മത്സരിക്കുന്നത് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലല്ല എന്ന് ആ നാമനിർദ്ദേശ പത്രികയുടെ ഭാഗമായിട്ടുള്ള സത്യവാങ്മൂലം പരിശോധിച്ചാൽ പലയിടങ്ങളിൽ വ്യക്തം. ഇത്രയും ഗുരുതരമായ പിഴവുകൾ വരുത്തിയിട്ടുള്ള ഒരു നാമനിർദ്ദേശ പത്രിക സൂക്ഷ്മ പരിശോധന നടത്തിയെന്ന് വരണാധികാരിയുടെ ഓഫീസിന് എങ്ങനെ അവകാശപ്പെടാനാകും? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അദ്ദേഹത്തിൻ്റെ സ്വത്ത് വിവരങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ആ വലിയ വ്യാജ പ്രസ്താവനകളിന്മേൽ അന്വേഷണത്തിന് തയ്യാറായിരിക്കുന്നു. അതിൻ്റെ കൂടെയാണ് ഇപ്പോൾ ഇത് വരുന്നത്. മത്സരിക്കുന്ന പാർലമെന്റ് മണ്ഡലത്തിൻ്റെ പേരെഴുതാത്തയാൾ. ഈ സത്യവാങ്മൂലം അഫിഡവിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? സത്യം പറയാനുള്ള ഒരു സാധനമെന്നാണ് അതിൻ്റെ അർത്ഥം. അവിടെ സത്യസന്ധമായിട്ട് വേണം വിവരങ്ങൾ നൽകാൻ. ആ വിവരങ്ങൾ തെറ്റായ വിവരം രേഖപ്പെടുത്തിയാലും സത്യമല്ലാതായി മാറും. ഞാൻ മത്സരിക്കുന്ന പാർലമെന്റ് മണ്ഡലം ഏത് എന്നുള്ള ചോദ്യത്തിന് അത്
എൻ്റെ വോട്ടർ പട്ടികയുള്ള സ്ഥലത്തിൻ്റെ പേരെഴുതി വയ്ക്കാനല്ല, ആ പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ പേരെഴുതാനാണ്. ഞാൻ മത്സരിക്കുന്നത് ലോക്സഭയിലേക്കാണ് എന്ന് പറഞ്ഞാണ് എൻ്റെ സ്വത്ത് വിവരങ്ങളുടെ സത്യവാങ്മൂലം കൊടുക്കേണ്ടത്. രാജ്യസഭാ തെരഞ്ഞെടുപ്പിനുള്ള സത്യവാങ്മൂലത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള സത്യവാങ്മൂലമാക്കി സമർപ്പിക്കാനാകില്ല. ഇത് രണ്ടും രാജീവ് ചന്ദ്രശേഖറിൻ്റെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നു. ഈ രാജ്യസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള നോമിനേഷനാണ് താൻ നൽകുന്നത് എന്ന് പറയുന്നത് രണ്ടിടത്താണ്. അപ്പോൾ ഒരു നാമനിർദ്ദേശ പത്രികയിൽ മിനിമം പാലിക്കേണ്ട തെറ്റില്ലാത്ത നാമനിർദ്ദേശ പത്രിക എന്നുള്ള പ്രാഥമികമായ കാര്യം പോലും രാജീവ് ചന്ദ്രശേഖറിൻ്റെ നാമനിർദ്ദേശ പത്രികയിലില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇനിയും മൗനമായിരിക്കണോ? നരേന്ദ്രമോദിക്ക് വേണ്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷന് നിലപാടുകളൊക്കെ സ്വീകരിക്കേണ്ടി വരും. പക്ഷേ ഇമാതിരി രാജ്യസഭാ തെരഞ്ഞെടുപ്പിനുള്ള നോമിനേഷൻ എന്ന് എഴുതി വച്ചിരിക്കുന്ന ഒരു നാമനിർദ്ദേശ പത്രികയും അതിൻ്റെ അനുബന്ധ സത്യവാങ്മൂലവും എങ്ങനെയാണ് സ്വീകരിക്കാനാവുക? മത്സരിക്കുന്ന പാർലമെന്റ് മണ്ഡലത്തിൻ്റെ പേരെഴുതാത്ത ഒരു സത്യവാങ്മൂലത്തെ എങ്ങനെയാണ് സത്യവാങ്മൂലം എന്ന് വിളിക്കാനാവുക? ബി ജെ പിക്ക് എന്ത് ന്യായീകരണമാണ് ഇതിൽ നൽകാനാവുക? രാജീവ് ചന്ദ്രശേഖർ കഴിഞ്ഞ ദിവസം ഒരു ചാനലിൻ്റെ ചർച്ചയിലിരുന്ന് വലിയ വെല്ലുവിളിയൊക്കെ നടത്തുന്നത് കേട്ടു. ഞാൻ 680 രൂപയാണ് എൻ്റെ വരുമാനമെന്ന് എഴുതി കാണിച്ചാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ അംഗീകരിച്ചുള്ളൂ, ഇല്ലെങ്കിൽ നിങ്ങൾ നിയമപരമായി നടപടി സ്വീകരിച്ചുള്ളൂ. ഞാനും സൂപ്പും കുടിച്ചുകൊണ്ടൊന്നും ഇരിക്കില്ല, നിയമ നടപടി സ്വീകരിക്കുമെന്ന് അദ്ദേഹം പറയുന്നു. അങ്ങനെ നിയമ നടപടിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിൻ്റെ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. അതൊരു വഴിക്ക് നടക്കട്ടെ. പക്ഷേ ഈ വരണാധികാരിയുടെ ഓഫീസ് എന്ത് സൂക്ഷ്മ പരിശോധന അതിനകത്ത് നടത്തി എന്നുള്ളതാണ് ഇപ്പോൾ ഈ നാടിന് മനസ്സിലാകാത്ത ഒരു കാര്യം. അങ്ങനെ സൂക്ഷ്മ പരിശോധന നടത്തിയിരുന്നെങ്കിൽ, ആരെങ്കിലും ഒരാൾ സൂക്ഷ്മ പരിശോധന നടത്തിയിരുന്നെങ്കിൽ, ഈ വരണാധികാരിയുടെ ഓഫീസ് പോട്ടെ, രാജീവ് ചന്ദ്രശേഖറിൻ്റെ ഓഫീസിലുള്ളവർ, ആ പത്രിക തയ്യാറാക്കിയയാൾ, നേരത്തെ പറഞ്ഞതുപോലെ ഇത് കാശിന് വേണ്ടിയോ പ്രശസ്തിക്ക് വേണ്ടിയോ ഒപ്പിട്ട് കൊടുത്ത ആ നോട്ടറി വക്കീൽ, ഇവരാരെങ്കിലും അത് പരിശോധിച്ചിരുന്നെങ്കിൽ, തിരുവനന്തപുരത്തെ BJPയുടെ ജില്ലാ പ്രസിഡന്റ്, ഇദ്ദേഹത്തിൻ്റെ സന്തത സഹചാരിയാണല്ലോ, തെരഞ്ഞെടുപ്പിൻ്റെ ചുമതലക്കാരനാണല്ലോ, പിന്നെ വേറെ ഒരു വലിയ മഹാൻ TP ശ്രീനിവാസനാണ് ഇദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ മൊത്തം കാര്യങ്ങൾ നോക്കുന്നത്. അദ്ദേഹമെങ്കിലും ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിൻ്റെയൊക്കെ വലിയ കൊണാണ്ടറായിരുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹത്തിനെങ്കിലും അതെടുത്തു വെച്ച് ഒന്ന് പരിശോധിച്ച് നോക്കിക്കൂടെ? ഇത് രാജ്യസഭാ തെരഞ്ഞെടുപ്പിനുള്ള പണ്ടടിച്ചു വച്ചിരുന്ന സാധനമാണ്. അന്ന് BJP സീറ്റ് കൊടുക്കാത്തത് കൊണ്ട് തിരുവനന്തപുരത്ത് വന്ന് മത്സരിച്ച് മൂന്നാമനാകണമെന്നുള്ള യോഗമുള്ളത് കൊണ്ട് വന്നു പോയതാണ്. പക്ഷേ എന്നാലും അത് തെറ്റില്ലാത്ത ഒന്നാകണമെന്നുള്ള പരിശോധന ആ മനുഷ്യനെങ്കിലും നടത്തിക്കൂടെ? യഥാർത്ഥത്തിൽ തിരുവനന്തപുരത്തുകാർ ഈ സത്യങ്ങളൊക്കെ ഇപ്പോൾ വെളിപ്പെടുത്തുന്നതിലൂടെ രക്ഷപ്പെടുകയാണ്. ഇങ്ങനെ ഒരാളിനെയാണ് BJP ഇത്ര നാൾ കാത്തിരുന്നിട്ട് കേന്ദ്രത്തിൻ്റെ വലിയ ആളെന്നൊക്കെയുള്ള രീതിയിൽ ഇവിടെ കൊണ്ടുവന്ന് ഇറക്കിയത് എന്നുള്ളത് തിരുവനന്തപുരത്തുകാർക്ക് സത്യത്തിൽ ചിരിക്കാനുള്ള വകയായി മാറിയിരിക്കുന്നു.